ഇപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിലേക്കാണ്. ചർച്ച വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും. ഇന്ന് കേരളത്തിലെത്തുന്ന AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ യോഗത്തിന് ശേഷം MLA-മാരുടെ വ്യക്തിപരമായ അഭിപ്രായം തേടും. മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, വളരെ നിർണായകമായ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ നിരീക്ഷകർ ഇന്ന് തന്നെ എത്താനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അപ്പോൾ MLA-മാരുടെ അഭിപ്രായമായിരിക്കും നിർണായകമെന്ന് പറയുന്നു. ഘടകകക്ഷികളുടെ അഭിപ്രായം ഓൾറെഡി തേടിയിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന് സമവായത്തിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് വിലങ്ങ് തടിയായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസ്ഥാനത്ത്? ജിൽസി, മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഇനി കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. നാളെ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 63 MLA-മാരോടും നാളെ തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഓരോ MLA-മാരെയും ഈ കേന്ദ്ര നിരീക്ഷകർ നേരിട്ട് കാണും. അവരുടെ വ്യക്തിപരമായ അഭിപ്രായം മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ആരായും അത് നിർണായകമാണ്. അത് രേഖപ്പെടുത്തും. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് ദേശീയ നേതൃത്വത്തിന് ആ അഭിപ്രായം കൈമാറും. ഇതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനവും ആദ്യഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യം. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുകുൾ വാസ്നിക്കിനെയും അജയ് മാക്കിനെയും കേരളത്തിലേക്ക് അയക്കാൻ, ഈ ചർച്ചയുടെ നിരീക്ഷകരായി അയക്കാനുള്ള തീരുമാനം AICC നേതൃത്വം കൈക്കൊള്ളുന്നത്. പിന്നാലെ തന്നെ അവരിന്ന് വൈകിട്ടോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് അവരിവിടെ എത്തിയാൽ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. MLA-മാരെ കണ്ടതിന് ശേഷം മുൻ KPCC അധ്യക്ഷന്മാർ, മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരെയൊക്കെ കാണും. അവരുമൊക്കെയായി സംസാരിക്കും. അവരുടെയൊക്കെ അഭിപ്രായം ആരായും. ഒപ്പം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായവും ഒരുപക്ഷെ തേടാനുള്ള സാധ്യതയുണ്ട്. അത് നിർണായകമാണ്. കാരണം അവർക്ക് എന്ത് പറയാനുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അതുകൂടി പരിഗണിക്കണം എന്ന ആവശ്യം അവർക്കുണ്ട് താനും. എന്തായാലും അങ്ങനെയാണെങ്കിൽ ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും ഒപ്പം RSP അടക്കമുള്ളവരുടെയും ഒക്കെ അഭിപ്രായം എന്ത് എന്നുകൂടി ആരായും. നിലവിൽ ഘടകകക്ഷിയുടെ നേതാക്കളൊക്കെ അല്ലെങ്കിൽ ഘടകകക്ഷികളൊക്കെ ഏറെക്കുറെ VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്ക് വന്നാൽ സ്ഥിതി അങ്ങനെ ആണെന്ന് പൂർണ്ണമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം MLA-മാരുടെ പിന്തുണ മാത്രം നോക്കിയാണ് ഒരു സുപ്രധാനമായ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നതെങ്കിൽ അത് KC വേണുഗോപാലിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം KC വേണുഗോപാലിനെ സംബന്ധിച്ച് നിലവിലുള്ള 63 MLA-മാരിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 42ഓളം MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. ഒപ്പം കോൺഗ്രസിലെ A വിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരിൽ 8 MLA-മാരുടെ പിന്തുണ കൂടി KC വേണുഗോപാൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ ഭൂരിപക്ഷം MLA-മാർക്കിടയിൽ KC വേണുഗോപാലിനുണ്ട്. മറുഭാഗത്താവട്ടെ അതിനൊപ്പം പറയേണ്ടത് അതിനൊപ്പം തന്നെ KC വേണുഗോപാലിന് AICC നേതൃത്വത്തിന്റെ, കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ സപ്പോർട്ടുണ്ട്, വലിയ പിന്തുണയുമുണ്ട്. ഇത് രണ്ടും അനുകൂല ഘടകങ്ങൾ ആണ് KC വേണുഗോപാലിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഡൽഹിയിലുള്ള പിടിപാടടക്കം KC വേണുഗോപാലിനൊപ്പം MLA-മാരുടെ അഭിപ്രായത്തിലടക്കം KC വേണുഗോപാൽ മുന്നിട്ട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ കോൺഗ്രസ് പ്രതിനിധികൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് MLA-മാരുടെ വാക്കുകൾ മാത്രമേ മുഖവിലേക്ക് എടുക്കുകയുള്ളൂ. ഘടകകക്ഷികളുടെ തീരുമാനം അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് കേൾക്കാൻ തയ്യാറാകുമോ? ഒപ്പം ഒരു ജനവികാരമൊക്കെ പരിഗണിക്കാൻ അവർക്ക് എത്രത്തോളം കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണം എന്തായാലും തേടും, അവരുടെ അഭിപ്രായം ആരായും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അന്തിമ തീരുമാനം കോൺഗ്രസിന്റേതാണ്. ഘടകകക്ഷികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് VD സതീശന്റെ പേര് അവർ മുന്നോട്ട് വയ്ക്കുമ്പോഴും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്നതാണ് അവരുടെ നിലപാട്. മാത്രമല്ല ഇത് ഏകകണ്ഠേന വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, വലിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഘടകകക്ഷികളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം. അത് കോൺഗ്രസ് ആരെ നിശ്ചയിച്ചാലും ഒരു പക്ഷേ അവർ അത് പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ അവർക്കൊരു അഭിപ്രായമുണ്ട്, അത് VD സതീശന് അനുകൂലമായ അഭിപ്രായമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പക്ഷേ കേരളത്തിലെ ജനവികാരം കൂടി കണ്ടില്ലെന്ന് നടിക്കാൻ ആ കേന്ദ്ര നേതൃത്വം ജനവികാരം കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ, അല്ലെങ്കിൽ ആ ജനവികാരം കാണാൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ സുനിൽ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രി തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുമോ? ഇനിയുള്ള ചർച്ചകൾ അതിലേക്ക് നീളുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്.